കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും പുതിയ ഷോപ്പിംഗ് മാൾ തുറക്കുന്നു. അതിന്റെ കൂടെ തന്നെ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററും. അപ്പോൾ ഗൈസ്, നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കാസർഗോഡ് ജില്ല വരെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിൽ ഒട്ടനവധി മാളുകളാണ് പുതുതായിട്ട് തുറക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ എവിടാണ് പുതിയ മാൾ തുറക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ വേറെ എവിടെയല്ല, കാഞ്ഞങ്ങാടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാഞ്ഞങ്ങാട് തുറക്കാൻ പോകുന്ന മാളിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടബാസ്കോ. നല്ല പേരല്ലേ, ടബാസ്കോ. ടബാസ്കോ സോസ് ഒക്കെ ഓർമ്മയുണ്ടോ? എനിക്ക് അത് ഓർമ്മ വന്നത് ആദ്യം. അപ്പൊ ഈ ഒരു മാളിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ കൈലാസ് തിയേറ്റർ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു തിയേറ്റർ നിന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു ടബാസ്കോ മാൾ വരാനായിട്ട് പോകുന്നത്. ടബാസ്കോ ഹിന്ദുസ്ഥാൻ ഇൻഫ്ര ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ ഒരു മാളിന്റെ ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞോ. അപ്പൊ എത്ര വലിയ മാളാണെന്ന് ചോദിക്കുകയാണെങ്കിലേ 2,16,000 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു മാളിന്റെ വലിപ്പം വരുന്നത്. പിന്നെ ഇതിന്റെ നിലകൾ ചോദിക്കുകയാണെങ്കിൽ മൊത്തം 19 നിലയാണ് വരുന്നത്. അപ്പോ 19 നിലയുള്ള മാളില് 2,16,000 സ്ക്വയർ ഫീറ്റേ ഉള്ളോ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് കൂടെ വരുന്നുണ്ട് കേട്ടോ. മാൾ വിത്ത് അപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഈ ഒരു ടബാസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ മൊത്തം 59 ലക്ഷറി അപ്പാർട്ട്മെന്റ് ആണ് ഉള്ളത്. അപ്പോൾ ഇവരുടെ ഒരു പരസ്യം കണ്ട സമയത്ത് 25 ലക്ഷം രൂപ തൊട്ട് നമുക്ക് അവിടെ അപ്പാർട്ട്മെന്റുകൾ വാങ്ങിക്കാം എന്നാണ് അവർ പരസ്യം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ 130 റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ, അതുപോലെ ഹൈപ്പർ മാർക്കറ്റ്, അതിന്റെ കൂടെ ഫുഡ് കോർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ടബാസ്കോ മാളിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യം എന്തുവാണ്? യെസ്, തിയേറ്റർ വരുന്നുണ്ടോ? യെസ്, ഞാൻ തന്നെ പറഞ്ഞായിരുന്നല്ലോ, 2 സ്ക്രീനോട് കൂടിയ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് ഈ ഒരു ടബാസ്കോ മാളിൽ വരാനായിട്ട് പോകുന്നത്. അപ്പോഴേ ഇതിന്റെ കുറച്ച് റെൻഡറിങ് ഇമേജ് കാണിച്ച സമയത്ത് PVR എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ റെൻഡറിങ് ഇമേജിനകത്ത് പല ബ്രാൻഡുകളുടെ പേര് കൊടുക്കുമല്ലോ, അപ്പോൾ അത് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ കണ്ടത് PVRന്റെ ഒരു സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കും, അതൊക്കെ അവർ ഇനി ഒഫീഷ്യലായിട്ട് തന്നെ പറയും. പിന്നെ പാർക്കിംഗ് ആണല്ലോ അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ അപ്പാർട്ട്മെന്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പം എന്തുമാത്രം വലിയൊരു പാർക്കിംഗ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ 200-ന് മുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാകത്തിലുള്ള ഒരു പാർക്കിംഗ് ആണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി എന്നാണ് നമ്മുടെ ഈ ഒരു കാഞ്ഞങ്ങാട് പുതിയ ടബാസ്കോ മാൾ ഓപ്പൺ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവരുടെ ഒഫീഷ്യൽ പേജ് നോക്കുന്ന സമയത്ത് ഒരു 2 ദിവസം മുന്നെയാണ് അവർ ഓപ്പണിംഗ് സൂൺ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു മാളിന്റെ ഓപ്പണിംഗ് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കാഞ്ഞങ്ങാടുകാർക്ക് പുതിയ ഹൈപ്പർ മാർക്കറ്റ്, പുതിയ ഫുഡ് കോർട്ട്, അതുപോലെ തന്നെ പുതിയ തിയേറ്റർ, ഇതിലെല്ലാം ഉപരി 59 ലക്ഷറി അപ്പാർട്ട്മെന്റ് കൂടിയാണ് ഈ ഒരു മാളിൽ കിട്ടാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ കാഞ്ഞങ്ങാടുകാർ, ലെറ്റ്സ് എൻജോയ്. അപ്പോൾ ഞാൻ നിർത്തുവാണ്. പിന്നെ കൂടുതൽ മാളിനെ കുറിച്ച് അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ, അപ്പോൾ അതുവരേക്കും ബൈ.